ഫൈനലി നമ്മൾ എല്ലാവരും കാത്തിരുന്ന വർഷത്തിലൊറ്റ പ്രാവശ്യം മാത്രം ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്ന ആ ഒരു ഓഫർ സെയിൽ ഫ്ലിപ്കാർട്ടിൽ ദ ബിഗ് ബില്യൺ ഡേയ്സ്, ആമസോണിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇന്ന് രാത്രി 12 മണിയോട് കൂടിയിട്ട് പ്ലസ് മെമ്പേഴ്സിനും പ്രൈം മെമ്പേഴ്സിനും ഒക്കെ അങ്ങോട്ട് ഓപ്പൺ ആവുകയാണ്. എന്നാൽ നാളെ ഒക്ടോബർ 8 രാത്രി 12 മണിയോട് കൂടിയിട്ട് എല്ലാവർക്കും ഈ സാധനങ്ങൾ വാങ്ങിച്ച് തുടങ്ങാം. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ നമുക്ക് വിഷമിക്കേണ്ട അവസ്ഥ വരത്തില്ല. കാരണം അയ്യോ പൈസ പോയി, ഇനി എന്ത് ചെയ്യും, സമയം നഷ്ടം, ഈ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് മാത്രമാണ്, കാരണം എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും ഒക്കെ കൂട്ടി വെച്ചിട്ടൊരു ചെറിയ വീഡിയോ അത് തന്നെയാണ് ഇത്തവണയും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്തവണയും ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ട്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് 7 പോയിന്റ്സ് ആണ്. ഓൾറെഡി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 7 പോയിന്റ്സ് നിങ്ങൾ ഇപ്പോൾ സെയിൽ നടക്കുന്ന സമയത്ത് പ്രാവർത്തികമാക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും, അതിൽ വേറൊരു സംശയമില്ല. പിന്നെ ഞാൻ ഈ പറയുന്നതിൽ കൂടുതൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏതൊരു സുഹൃത്തിനും അറിയാമെങ്കിൽ അത് വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടണം. കാരണം വേറൊന്നുമല്ല, മറ്റുള്ളവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ കാണാൻ വന്ന മറ്റുള്ള കൂട്ടുകാർക്കും അത് യൂസ്ഫുൾ ആകും, അതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് റേറ്റ് കമ്പാരിസൺ. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നേ അതിന്റെ നോർമൽ റേറ്റ് എത്ര രൂപയായിരുന്നു, അല്ലെങ്കിൽ നോർമലി ഓഫറിൽ വരുന്ന ഒരു റേറ്റ് എത്രയായിരുന്നു നമ്മൾ നോക്കണം. ഇപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് അങ്ങനെ നോക്കാനായിട്ട്, അതായത് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എത്ര രൂപ ആയിരുന്നു എന്നൊക്കെ നോക്കാൻ ഇത്തിരി പാടായിരിക്കും. എന്നാൽ ഇയർബഡുകൾ അതുപോലെ തന്നെ നെക്ക് ബാൻഡ്സ്, സ്പീക്കേഴ്സ് ഒക്കെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വർഷവും ബിഗ് ബില്യൺ ഡേയ്സിന്റെ ആ ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും നമ്മുടെ ചാനലിൽ ഓഫർ സെയിലുകളുടെ ആ ഒരു വീഡിയോ ഉണ്ട്. സോ ഈ ഒരു കാറ്റഗറിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാം. എന്നാൽ നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ വേറൊരു കാറ്റഗറി ആണെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും 12 മണിക്ക് മുമ്പേ ആണല്ലോ വീഡിയോ ഇടുന്നത്, അപ്പോൾ ആ ഒരു റേറ്റ് എത്രയാണ് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ 12 മണിക്ക് ശേഷമാണ് കാണുന്നതെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയിട്ട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് അങ്ങോട്ട് സെർച്ച് ചെയ്യുക. മിക്കവാറും ആ ഒരു പ്രോഡക്റ്റിന്റെ നോർമൽ റേറ്റ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അതായത് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഇപ്പോൾ 1499 ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഓഫറിൽ വന്നു എന്ന് വെച്ചോളൂ, എന്നാൽ അവിടെ ആ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നത് 1999 ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരുന്നു, അതായത് 2000 രൂപയായിരുന്നു അതിൻ്റെ നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1500 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യമേ നോക്കി വെക്കുക. ഇനി രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ കാർഡ് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്വന്തം ഇപ്പോൾ ആ ഒരു കാർഡ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുക. ഇനി നമ്മൾ തന്നെ സ്വന്തമായിട്ട് വിചാരിച്ച് വെക്കേണ്ട, എന്താ അവൻ്റെ അത് കാണത്തില്ല എന്നുള്ള സംഭവം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കാനും മടിക്കണ്ട. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു സെയിൽ നമുക്ക് ലഭ്യമാകും. സോ 5000 രൂപയ്ക്ക് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നത് ചിലപ്പോൾ 1500 രൂപയിൽ കുറയും. അങ്ങനെയാണെങ്കിൽ 3500 രൂപയ്ക്ക് നമുക്ക് വീണ്ടും ലാഭകരമായിട്ട് ആ ഒരു സാധനം വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ ഒരു പ്രോഡക്റ്റിന്റെ വിലയിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ അത് ഉപയോഗിക്കണം. ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് എങ്ങനെയുണ്ട്, സർവീസ് എങ്ങനെയാണ്. കാരണം ഒരു വർഷം എല്ലാ ബ്രാൻഡുകളും നമുക്ക് വാറണ്ടി തരാറുണ്ട്. എന്നാൽ പല ബ്രാൻഡുകൾക്കും ആക്ച്വലി സർവീസ് എന്ന് വെച്ചാൽ വളരെ മോശമാണ്. സോ നമ്മളിപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 രൂപ ബജറ്റേ നമ്മളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 800 രൂപ ബജറ്റേ ഉണ്ടാവുള്ളൂ. 800 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. എന്നാൽ ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ബ്രാൻഡ്, കുറച്ചുകൂടി നല്ല പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു 200 രൂപ കൂട്ടി വാങ്ങിക്കാൻ ശ്രമിക്കുക. തൽക്കാലത്തേക്ക് ഫ്രണ്ട്സിൻ്റെ കടം വാങ്ങിച്ചിട്ടെങ്കിലും വാങ്ങിക്കുക, എന്നിട്ട് തിരിച്ചു കൊടുക്കുക. വേറെ കൊണ്ടല്ല, നിങ്ങളിപ്പോൾ ഒരു 800 രൂപയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ചിലപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മോശമായിരിക്കും, അല്ലെങ്കിൽ വാറണ്ടി എന്ന് പറഞ്ഞത് വളരെ മോശമായിരിക്കും അവർ തരുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച 800 രൂപയെ നിങ്ങളെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. സോ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല ബ്രാൻഡ്, നല്ല മോഡൽസ്, റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മാത്രം ആ ഒരു പ്രോഡക്റ്റുകൾ അങ്ങോട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. കൂടാതെ ഇനി പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഡെലിവറി പാർട്ട്ണർ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് OBD എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതിൽ ചിലതിനൊക്കെ ഫ്രീ ആയിട്ട് OBD തരും. ഇപ്പോൾ മൊബൈലാണെങ്കിലും അതല്ല മറ്റുള്ള ഇലക്ട്രോണിക് കുറച്ച് കൂടിയ പൈസ ഉള്ള സാധനങ്ങളാണെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കണം. പക്ഷേ എക്സ്ട്രാ ക്യാഷ് കൊടുത്താലും കുഴപ്പമില്ല എന്നല്ലാന്നേ പറയത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ OBDയിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഡെലിവറി പാർട്ണർ തന്നെ നമ്മുടെ മുന്നിൽ വെച്ച് പൊട്ടിച്ച് കാണിച്ചു തരും. പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്താന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാം. പിന്നെ പ്രോഡക്റ്റ് ഓൺ ചെയ്ത് വർക്കിംഗ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്ക് റിട്ടേൺ ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ആണോ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും.
സാധിക്കും. കാരണം ഓൾറെഡി ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് 39,000 രൂപയുടെ ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് എനിക്ക് അത് കിട്ടിയത് 22,000 രൂപയുടെ ലാപ്ടോപ്പാണ്. അന്ന് OBD ഉണ്ടായിരുന്നെങ്കിൽ ഡെലിവറി പാർട്ണർ വന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റിലാണ് വന്നത്. സോ ആ സമയത്തിന് എനിക്ക് എന്താ പറയുക റിട്ടേൺ ചെയ്യായിരുന്നു. എന്നാൽ എനിക്ക് പണി കിട്ടിയത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയി ഞാൻ പിന്നെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് 7ാമത്തെ ദിവസമാണ് റിട്ടേൺ പോളിസിന്റെ അന്നാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താ പറയുക 7 ദിവസം നമ്മൾ കഴിഞ്ഞിട്ട് അവരെ വിളിക്കുമ്പോഴത്തേക്ക് അവർക്കും സംശയമാണ് നമ്മളിനി എന്താ പറയുക മനഃപൂർവ്വം മാറ്റിയാണോ വേറെ പ്രോഡക്റ്റ് വെച്ചാണെന്നൊക്കെ ഉള്ളത്. സോ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കൈ കിട്ടുമ്പോഴത്തേക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി ആണെങ്കിൽ നോ പ്രോബ്ലം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ ആമസോണിൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ബോക്സ് ഡെലിവറി ഒന്നുമില്ല. സോ നിങ്ങളൊരു വീഡിയോ അങ്ങോട്ട് വിത്തൗട്ട് എഡിറ്റിൽ ഏറ്റവും ആദ്യം മുതൽ അങ്ങോട്ട് അവസാനം വരെ ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തു വെക്കുക. അതൊരു പ്രൂഫാണ്. നിങ്ങൾ മാക്സിമം ആ ഒരു പ്രോഡക്റ്റ് അന്ന് മുതൽ തന്നെ കയ്യിൽ കിട്ടിയ ദിവസം മുതൽ തന്നെ നല്ല രീതിക്ക് യൂസ് ചെയ്ത് തുടങ്ങുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അന്ന് തന്നെ റിട്ടേൺ ചെയ്യാൻ നോക്കുക. പിന്നെ അതല്ല ഇനി 7 ദിവസം റിട്ടേൺ പോളിസി ഉണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യുക. 7 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പ്രോഡക്റ്റ് കിട്ടും. ജെന്യുവൻ ആണ് നമ്മുടെ കംപ്ലൈന്റ് എങ്കിൽ ഉറപ്പായിട്ടും അവർ റീപ്ലേസ് ചെയ്ത് തരും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു 2 to 3 ഡേയ്സ് മാക്സിമം ഇതിനുള്ളിൽ നമ്മൾ റീപ്ലേസ് റിക്വസ്റ്റ് കൊടുക്കുമ്പോഴാണ് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് പെട്ടെന്ന് അവർ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ 7ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ മാക്സിമം നമ്മളെ തള്ളാൻ നോക്കും. എന്ന് വെച്ചാൽ അവർ മാക്സിമം പറയും നിങ്ങൾ അത് ചെയ്ത് നോക്കൂ, ഇത് ചെയ്ത് നോക്കൂ, ശരിയാവാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ വെച്ചാണ് ഞാൻ പറയുന്നത് മാക്സിമം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്ന് തന്നെ ആ ഒരു പ്രോഡക്റ്റ് കിട്ടുക, അന്ന് തന്നെ അവരെ കസ്റ്റമർ കെയറോട്ട് കോൺടാക്ട് ചെയ്യുക, അന്ന് തന്നെ പ്രോഡക്റ്റ് അങ്ങോട്ട് റിട്ടേൺ ചെയ്യുക. എന്തായാലും 6ാമത്തെയും 7ാമത്തെയും പോയിന്റ്സ് ഞാൻ ഒരുമിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ പറഞ്ഞ 7 പോയിന്റ്സും മനസ്സിൽ വെച്ചിട്ട് മാത്രം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് കൺസിഡർ ചെയ്യുക. അതിപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും അതല്ല ആമസോണിലാണെങ്കിലും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ എന്താ പറയുക പണി കിട്ടത്തില്ല നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ വാച്ച് അൾട്രാ കോപ്പീസ്, എയർപോർട്സ് പ്രോ ജനറേഷൻ 2 1:1 മാസ്റ്റർ കോപ്പി, വാച്ച് സ്ട്രാപ്സ്, ഇയർബഡ്സ് കേസ് എല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZStore എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക DeepZStore. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.